രേണുസുതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് അപ്പാനി ശരത് ആര്യനോട് പറയുകയാണ്. ഞാൻ പലതും ക്ഷമിക്കുകയാണ് സുധിച്ചേട്ടനെ ഓർത്ത്. ഞങ്ങൾ അടുത്ത് നല്ല സുഹൃത്തുക്കളാണെന്നും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്നും അപ്പാനി ശരത് ആര്യനോട് പറയുകയാണ്. ഇവരൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതോടൊപ്പം ഒരു ആക്റ്റീവ് അല്ല, എപ്പോൾ നോക്കിയാലും ബെഡേ തന്നെയാണ്, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി നടക്കുന്നു. ഇപ്പം വെറും മരവാഴയായിട്ടാണ് ഇവർ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുന്നത് എന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത്. സുധിച്ചേട്ടൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നതിൽ ഇവർക്ക് വലിയ പങ്ക് തന്നെ ഉണ്ട് എന്നും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം പുള്ളി പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് എടുത്ത് കുടയുമെന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത്. എന്തായാലും പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിലൊന്നും രേണുസുതിക്ക് നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വാസ്തവമാണ്. എല്ലാവരും വിചാരിച്ചു രേണുസുതി ബിഗ് ബോസ് ഹൗസിലോട്ട് ചെല്ലുമ്പോൾ, അങ്ങനെയാണ് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നത്, ഞാൻ കപ്പടിച്ചിട്ടേ വരൂ, ടോപ്പ് 5 ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് രേണുസുതി ഇപ്പോൾ കട്ടിലേ കയറി കിടക്കുന്നു, അങ്ങോട്ട് മാറി നടക്കുന്നു, ഇങ്ങോട്ട് മാറി നടക്കുന്നു എന്നതല്ലാതെ വേറെ ഒന്നും അവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മെറ്റീരിയലാകാൻ യാതൊരു യോഗ്യതയും രേണുവിനില്ല എന്നാണ് അപ്പാനി ശരത്ത് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സുധിച്ചേട്ടനെ കുറിച്ചും രേണുവിനെ കുറിച്ചും പേഴ്സണലായിട്ട്, അതായത് വ്യക്തിപരമായി ഒരുപാട് അറിയാവുന്ന വ്യക്തിയാണ് അപ്പാനി ശരത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സത്യങ്ങളൊക്കെ പുറത്തു വരുവാനും പലതരത്തിലും രേണുവിന് മറുപടി പറയേണ്ടതായ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇനിയും വലിയ പൊട്ടിത്തെറികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.